ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ ലെമീസ് വേൾഡ്. ഇന്ന് നമുക്ക് ഒരു 2-in-1 മാസ്കിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും അതെങ്ങനെ എങ്ങനെ റെഡിയാക്കി എടുക്കാമെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ ഈ 2-in-1 മാസ്ക് നമുക്ക് അതിൻ്റെ ഒരു സൈഡിൽ ഒരു കളറായിരിക്കും, മറ്റ് സൈഡിൽ മറ്റ് കളറ്. അപ്പോൾ ഒരു ദിവസം നമ്മൾ ഈ മാസ്ക് യൂസ് ചെയ്തിട്ട് നമ്മളത് വാഷ് ചെയ്ത് കഴിഞ്ഞ് വീണ്ടും അടുത്ത ദിവസം പിന്നത്തെ ദിവസം യൂസ് ചെയ്യുമ്പോൾ നമുക്ക് മറ്റേ വശം അടുത്ത കളറ് യൂസ് ചെയ്യാം. അതാണ് ആ മാസ്കിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഈ മാസ്കിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ചെയ്ത് നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് ഒന്ന് നോക്കാം. അപ്പോൾ അതിനു മുൻപ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഈ മാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 2 കളറിലുള്ള രണ്ട് ക്ലോത്ത് പീസാണ് വേണ്ടത്. ഞാൻ 2 കളറിലുള്ള ക്ലോത്ത് എടുത്തു. അതിൻ്റെ നീളം വരുന്നത് 10 ഇഞ്ച് നീളം, വീതി 6 ഇഞ്ച്. നീളം 10 ഇഞ്ച്, 10 ഇഞ്ച് നീളം, വീതി 6 ഇഞ്ച്. ഇങ്ങനെയുള്ള 2 ക്ലോത്തിൻ്റെ പീസുകൾ എടുത്തു. എന്നിട്ട് നമ്മൾ രണ്ടും ഇങ്ങനെ വെച്ചു, കറക്റ്റായിട്ട് വെച്ചു. ഇനി നമുക്കിതൊന്ന് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്യാം. നമ്മളിങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തു. വീണ്ടും ഇതിങ്ങനെ ഒന്നുകൂടി ഇങ്ങോട്ട് ഫോൾഡ് ചെയ്യാം. ഇനി നമുക്ക് ഇവിടെ ഒരു 1 ഇഞ്ച് അടയാളപ്പെടുത്താം. ഇവിടെ 1 ഇഞ്ച് അടയാളപ്പെടുത്താം. അതുപോലെ തന്നെ ഇവിടെ ഈ സൈഡിൽ ഈ കോർണറിലായിട്ട് മുകളിലേക്ക് ഇവിടെ ഒരു 1 ഇഞ്ച് അടയാളപ്പെടുത്താം. അപ്പം നമ്മൾ ഇവിടേക്ക് ഇങ്ങോട്ട് 1 ഇഞ്ച് അടയാളപ്പെടുത്തി, ഇവിടെ നിന്ന് ഇങ്ങോട്ടും 1 ഇഞ്ച് അടയാളപ്പെടുത്തി. ഇനി നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിലുള്ള ഒരു റൗണ്ട് ഷേപ്പിലുള്ള എന്തെങ്കിലും, നമ്മുടെ വീട്ടിലുള്ള പാത്രത്തിൻ്റെ ഒരു മൂടിയോ അങ്ങനെ എന്തെങ്കിലും എടുത്ത് നമുക്ക് പെട്ടെന്ന് എളുപ്പത്തിലൊന്ന് വരച്ചെടുക്കാം. ഇങ്ങനെ ഈ സൈഡിൽ ഇവിടെ വെച്ചു, ഈ കോർണറിലേക്ക് ഇങ്ങനെ ഒന്ന് വരച്ചു. അതുപോലെ തന്നെ ഇവിടുന്ന് ഇങ്ങോട്ടും ഒന്ന് ഇങ്ങനെ വെച്ച് വരച്ചെടുക്കും. ഇനി നമുക്കിതൊന്ന് പിൻകുത്തി ഉറപ്പിച്ച്, ഇതൊരു പിൻകുത്തി നമുക്കിവിടെ ഒന്ന് ഉറപ്പിക്കാം. അത് കഴിഞ്ഞ് നമുക്ക് ഇവിടെ കറക്റ്റ് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നിവർത്തി നോക്കാം. ഇങ്ങനെയാണ് വരുന്നത്. നമുക്ക് ഈ സൈഡ് ഒന്ന് ഇവിടെ ഒന്ന് കട്ട് ചെയ്യണം. ഇനി നമുക്ക് ഈ അരികിൽ കൂടി ഇങ്ങനെ ഈ കോർണറിൽ കൂടെ ഇങ്ങനെ ഒന്ന് ഇവിടെ വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതും ഈ കോർണറിൽ കൂടി ഇങ്ങനെ ഇവിടെ വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതിൻ്റെ രണ്ടിൻ്റെയും ഈ സൈഡിൽ കൂടി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ക്ലോത്ത് എടുത്തിട്ട് ഇതിൻ്റെ ഇവിടെ ഓരോ ചെറിയ ഓരോ കട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്നിങ്ങനെ നിവർത്താം. ഇങ്ങനെ നിവർത്തി
ഇതും നിവർത്തി. ഇനി നമുക്ക് ഇതിൻ്റെ നല്ല വശവും കൂടി ഒരുമിച്ച് വെച്ച് നല്ല വശവും ഫേസ് ടു ഫേസ് വെച്ച് ഇങ്ങനെ ഈ ജോയിൻ്റ് ഒരുമിച്ച് വരത്തക്ക രീതിയിൽ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ വെച്ച് ഇവിടം തൊട്ട് ഇങ്ങനെ ഇവിടം വരെയും പിന്നെ ഇവിടം മുതൽ ഇവിടം വരെയും നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ രണ്ട് സൈഡും ഇവിടെയും ഈ സൈഡും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെയും ചെറിയ ഓരോ കട്ടിങ് ചെയ്ത് കൊടുക്കാം. അത് മറിച്ചിട്ട് എടുക്കുമ്പോൾ കറക്റ്റായിട്ടൊന്ന് കറക്റ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ട് സൈഡിലും ഇതുപോലെ ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഇതൊന്ന് മറിച്ചിടാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഇതിവിടെ നിവർത്തി ഇതിനെ ഇങ്ങനെ നമ്മൾ വിരലിങ്ങനെ ഇട്ട് ഇതൊന്ന് തിരിച്ചെടുക്കണം. ഇങ്ങനെ ഒന്നിട്ട് ഞാനിവിടെ ഒന്ന് അയൺ ചെയ്ത് എടുക്കാം. ഞാനിതൊന്ന് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ സൈഡിൽ നമുക്ക് അതിൻ്റെ ഇലാസ്റ്റിക് പിടിപ്പിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ഒന്നെടുത്ത് പതുക്കെ ഒന്ന് മടക്കി ഒരു 1/4 ഇഞ്ചോ അല്ലെങ്കിൽ ഒരു 1/2 ഇഞ്ചോ 1/4 ഇഞ്ച് മതി ഉള്ളിലേക്കൊന്ന് മടക്കുക. രണ്ട് സൈഡും അങ്ങനെ ചെയ്യണം. രണ്ട് സൈഡും ഒന്ന് മടക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിന് എലാസ്റ്റിക് ഇടണം. അതിന് വേണ്ടിയിട്ട് ഒരു 6 ഇഞ്ച് നീളത്തിൽ എലാസ്റ്റിക് എടുക്കുക. അത് ഒരു സൈഡ് ഇവിടെ നമുക്ക് ഈ മടക്കി വെച്ച് ഈ ഭാഗത്തേക്ക് കടത്തി വെക്കുക. ഈ സൈഡും ഇതുപോലെ തന്നെ ഇങ്ങനെ കടത്തി വെക്കുക. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡും. ഇനി നമുക്ക് ഈ ഇലാസ്റ്റിക്കിൻ്റെ ഭാഗം ഈ രണ്ട് സൈഡും ഒന്ന് ഡബിൾ സ്റ്റിച്ച് കൊടുത്ത് ഇങ്ങനെ ഈ ഫുൾ ഇവിടെ മുഴുവനൊന്ന് ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുത്ത് എടുക്കാം. നമ്മുടെ മാസ്ക് ഞാൻ ഈ ഇലാസ്റ്റിക് ഇട്ട് ഈ സൈഡ് തൊട്ട് ഇത് ഫുള്ള് ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ മാസ്ക് സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഒരു സൈഡ് ഇങ്ങനെ വെക്കുക, അടുത്ത സൈഡ് നമുക്ക് മറ്റേ വശം വെക്കാനാണെങ്കിൽ ഇങ്ങനെ. അപ്പോൾ രണ്ട് സൈഡിലും നല്ല ഭംഗിയുള്ള, രണ്ട് സൈഡ് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള നമ്മുടെ മാസ്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരാം. അതുവരെ എല്ലാവർക്കും ബൈ. There is a place